യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കണേ. ചാലക്കുടിയുടെ മയിൽവാഹനം എന്ന ഓമന പേരുള്ള സുൽത്താൻ ബത്തേരി സർവീസ് തുടങ്ങിയിട്ട് ഇന്ന് 1 വർഷം തികയാണ്. അപ്പൊ നമ്മള് സ്ഥിരം യാത്രക്കാരും പാസഞ്ചേഴ്സ് ഫോറും ജീവനക്കാരും സംയുക്തമായിട്ട് നമ്മൾ ഇതിന്റെ 1ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അമരക്കാരനും നമ്മുടെ തൃശ്ശൂർ DPയുമായി നമ്മുടെ രാധാകൃഷ്ണ സാറിന് ഏറെ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചാലക്കുടിയിൽ നേരത്തെ 6 വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് അറിയും. അതുകൊണ്ടാണ് പങ്കെടുക്കാൻ തന്നെ വന്നത്. അതായത് ഒരു സർവീസ് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തുടങ്ങാം, അതിനെ എങ്ങനെ നിലനിർത്താം, അതിനുവേണ്ട പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പാസഞ്ചേഴ്സിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സർവീസ് അവിടെ ചാലക്കുടിയിൽ തുടങ്ങാനും സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മുഴുവൻ ആളുകളും നല്ല സഹകരണം നൽകണം. അതിനൊപ്പം തന്നെ ഇതിന് നല്ല പ്രൊമോഷൻ നൽകണം. നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഇതിൽ നമ്മുടെ ഈ യാത്രാനുഭവങ്ങൾ വിവരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഇത് നമ്മുടെ സ്ഥാപനമാണ് KSRTC എന്ന് പറഞ്ഞാൽ. അതിന് നിങ്ങളൊന്നുമില്ല, നമ്മൾ എല്ലാവരും കൂടിയാണ് നടത്തേണ്ടത്. പോരായ്മകളൊക്കെ ഉണ്ടാവും. പോരായ്മകൾ സമയത്ത് ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കാനുള്ള നടപടികൾ സമയബന്ധിതമായിട്ട് സ്വീകരിക്കണം. അപ്പോൾ നല്ല ഒരു പൊതു യാത്രാ സംവിധാനം നിലനിർത്തുന്നതിന് മുഴുവൻ ആളുകളുടെ സഹകരണം ഉണ്ടാകുന്നതിൻ്റെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബത്തേരി കൊണ്ടില്ല പതിവ്. ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പറഞ്ഞ സമയത്തെ.
കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ഫാൻസ് ഉള്ള ഒരു വണ്ടിയായി നമ്മുടെ സുൽത്താൻ ബത്തേരി മയിൽവാഹനം മാറിക്കഴിഞ്ഞു. അതിലേറെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഇരിക്കുന്ന യാത്രക്കാർക്ക് ആരെങ്കിലും ഇന്നത്തെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ആരെങ്കിലും പറയില്ലെങ്കിൽ ഞാൻ നന്ദി പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനെങ്കിൽ പറഞ്ഞോളൂ. മാനിച്ച് ഞാൻ എന്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ഇടം നൽകിയ രണ്ടുപേരും പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാൻ ഉദ്ദേശിക്കുകയാണ്. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ വെണ്ടയ്ക്ക മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. പൂക്ക പോലുള്ളവളുടെ കണ്ണുകളിൽ ഞാൻ വഴുതനങ്ങ മിനുസമുള്ള കേസിങ് കണ്ടു. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ വെണ്ടയ്ക്ക മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളിന്ന് ബസ്സിന്റെ 1-ാം പിറന്നാൾ ആഘോഷിച്ച് വളരെ മനോഹരമായി എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മള് യാത്രക്കാരും ഫോറം അസോസിയേഷൻ മെമ്പർമാരും ജീവനക്കാരും സംയുക്തമായിട്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. വിജയിപ്പിക്കാനായിട്ട് ഒരാൾ ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് വെളുപ്പിന് രാത്രി വന്ന് കിടന്നിട്ട് വെളുപ്പിന് എണീറ്റിട്ടാണ് ഈ അലങ്കാരങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ അവന് നന്ദി പറയാതെ പോയി. അത് വല്ലാത്തൊരു ഇതായിപ്പോ. നമ്മുടെ പ്രിയ സുഹൃത്ത് അനിൽ എന്റെ വണ്ടിയില്, അതുപോലെ ദീപ് മംഗലശ്ശേരി നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സ്ഥിരമായിട്ട് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളാണ്. അവർക്ക് ഈ അവസരത്തിൽ നന്ദി പറയാൻ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സർവീസ് ഏറ്റവും വിജയകരമാക്കാൻ എല്ലാ മതയാത്രകളും ഏറെ സ്നേഹത്തോടെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസത്തേക്കും ഇത് എന്താണ് സർവീസ് തുടങ്ങിയത്? ഈ സർവീസ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷമാവാണ്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിൽ കാരണം കാസർഗോഡ് ചാലക്കുടി തുടങ്ങി അഭിമാനത്തോടെ തുടങ്ങിയൊരു സർവീസാണ്. ഇപ്പോൾ ഏകദേശം വാട്സപ്പ് ഗ്രൂപ്പുകളും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിലൊരു 120ഓളം സ്ഥിര യാത്രക്കാരുമായിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ സർവീസ് മുന്നേറുക. ചാലക്കുടി മുതൽ പട്ടാമ്പി വരെ സ്ഥിരം യാത്രക്കാർ ഈ വണ്ടിക്കുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് നമ്മളിന്നൊരു 1 വർഷം തികഞ്ഞതിൻ്റെ ഒരു കേക്ക് കുറിക്കലും എല്ലാ യാത്രക്കാർക്കും മധുരവിധ. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കണേ. ചാലക്കുടിയുടെ മയിൽവാഹനം എന്ന ഒമ്പത് പേരുള്ള സുൽത്താൻ ബത്തേരി ബസ് സർവീസ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്ന ദിവസമാണ്. അപ്പൊ നമ്മുടെ സ്ഥിരം യാത്രക്കാരും ജീവനക്കാരും പാസഞ്ചേഴ്സ് ഫോറം മെമ്പർമാരും സംയുക്തമായിട്ട് നമ്മൾ ഈ പിറന്നാളാഘോഷം നടത്തുകയാണ്. ഈ ധന്യവേളയിലേക്ക് എല്ലാ മാന്യയാത്രക്കാരെയും ഏറെ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ ദീപ് മംഗലശ്ശേരി ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സാരഥി ഷിജുവിന് ഒരു കേക്ക് കൊടുത്ത് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കേക്ക് മുറിക്കാൻ കഴിച്ചില്ല.
ഞങ്ങള് ചാലക്കുടിയുടെ ഇപ്പം ഈ ബസ്സിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പുണ്ട്. പാസഞ്ചർ ചാലക്കുടി എന്ന് പറയുന്നത് ഓൾ കേരളയായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇത് നമ്മൾ KSRTC ശ്രമിക്കാൻ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു കേരളത്തിലെ എല്ലാ KSRTC ബസ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ആ ഗ്രൂപ്പിൽ കൊടുക്കും. പിന്നെ ഈ ബസ്സിന് വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ചാലക്കുടി പ്രത്യേകിച്ച് ഈ വണ്ടിക്ക് ഇപ്പോൾ സ്ഥിരം യാത്രക്കാർ കുറേ പേരുണ്ട്. അവരാണ് ഈ ബസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരെയൊക്കെ നല്ല ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ ഡ്രൈവർ ഏട്ടന്മാരും കണ്ടക്ടർ ഏട്ടന്മാരും എല്ലാവരും കൂടിയാണ്. പേരെടുത്ത് തന്നെ പറയുന്നതാണ്. സുമേഷേട്ടൻ, അൻസാർക്ക, രാജീവേട്ടൻ, കണ്ണഞ്ചേട്ടൻ, പിന്നെ കണ്ടക്ടർമാരേട്ടൻ, മുമ്പേട്ടൻ, പ്രതീക്ഷേട്ടൻ, അങ്ങനെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒക്കെ പാസഞ്ചർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ട് വരുന്ന ആൾക്കാരാണ്. അതൊക്കെയാണ് ഈ സർവീസിൻ്റെ വിജയം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 120ഓളം പേര് സ്ഥിര യാത്രക്കാരാണ് അവിടെ എത്തിയിട്ട്. ഞാൻ ആണ്ടിയല്ല. തുടങ്ങി ഞങ്ങൾ ഇപ്പം 2 ഡ്രൈവർ 2 കണ്ടക്ടർ 3 ഡ്രൈവർ 2 കണ്ടക്ടറാണ് സ്ഥിരമായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സുധീഷും ഞാനും 3 ഡ്രൈവർമാർ. ഒന്ന് സുമേഷ്, ഒന്ന് ഷിജു, ഒന്ന് അൻസാർ ഭായിനായിട്ടാണ് ഞാൻ അന്ന് വീഡിയോ എടുത്തത്. അൻസാറാണ്. ഞങ്ങൾ 3 ഡ്രൈവർമാർ 2 കണ്ടക്ടർമാരാണ് സ്ഥിരമായിട്ട് ഈ റോഡിൽ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ പേരെന്താ? പേര് പ്രകാശ്. ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യണം? ഇതേ സീറ്റിൽ ഇരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളെവിടെ കിട്ടിയിരുന്നാൽ അവിടെ ഇരിക്കും. രാവിലെ അങ്ങോട്ട് പോകും. വൈകുന്നേരം രാവിലെ വൈഫും ആളുണ്ടാവും, വൈകുന്നേരം ആളൊരു നിങ്ങൾ എത്ര വർഷമായി KSRTC യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്? KSRTC എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഇഷ്ടമുള്ള വണ്ടിയതാണ്. ചേട്ടൻ്റെ പേര്? എവിടെ സ്ഥലം? എരുമോൺ. എത്ര വർഷമായി? 20 വർഷം. ചേട്ടൻ്റെ പേരെന്താ? മധുസൂദൻ. എത്ര നല്ല യാത്ര അല്ലേ? സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന
മയിൽവാഹനം എന്ന ഓമന പേരുള്ള സുൽത്താൻ ബത്തേരി സർവീസ് ആരംഭിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. അപ്പോൾ സ്ഥിരം യാത്രക്കാരും പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൂട്ടായ്മയും ജീവനക്കാരും സംയുക്തമായി നടത്തിയ ഈ ആഘോഷ പരിപാടിയിലേക്ക് സഹകരിച്ച എല്ലാ മാന്യയാത്രക്കാരെയും ഏറെ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഓക്കെ അല്ലേ?